AI ക്യാമറ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കെൽട്രോണിന് സർക്കാർ പണം അനുവദിച്ചു. ആദ്യ ഗഡുവായി 9.39 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. പണം കിട്ടാത്തതിനാൽ ചെല്ലാൻ അയക്കുന്ന ജോലി കെൽട്രോൺ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശ്യാം കാങ്കാലിൽ ചേരുന്നു. ശ്യാം, AI ക്യാമറ പ്രതിസന്ധി താൽക്കാലികമായെങ്കിലും ഒഴിവായി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കുടിശ്ശികയുള്ള തുക ആദ്യ ഗഡു സർക്കാർ കെൽട്രോണിന് കൈമാറിയിരിക്കുകയാണ്. വിവരങ്ങൾ. രോഹിണി, ഈ ക്യാമറയുടെ മേൽനോട്ട ചുമതലയുള്ള കെൽട്രോണിന് സർക്കാർ 6 മാസത്തെ കുടിശ്ശിക തുകയാണ് നൽകാനുള്ളത്. ഈ 6 മാസത്തെ തുകയിൽ 3 മാസത്തെ തുകയായിട്ടുള്ള 9.3 കോടി രൂപയാണ് സർക്കാർ ഇപ്പോൾ കെൽട്രോണിന് അനുവദിച്ചിട്ടുള്ളത്. കെൽട്രോൺ നടപടി കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാർ ഈ പൈസ അനുവദിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ കൈക്കൊണ്ടത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനിയും 3 മാസത്തെ കുടിശ്ശിക തുക കെൽട്രോണിന് സർക്കാർ നൽകാനുണ്ട്. അത് വരുന്ന 3 മാസത്തിനുള്ളിൽ തന്നെ കുടിശ്ശിക നൽകി തീർക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ കെൽട്രോൺ ഈ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിൽ അടക്കമുള്ള നടപടിയിലേക്ക് കടന്ന സാഹചര്യത്തിൽ ദിവസേന 40,000 ചെല്ലാനുകൾ, അതായത് ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 40,000 നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. 40,000 നോട്ടീസായിരുന്നു പ്രതിദിനം മോട്ടോർ വാഹന വകുപ്പ് കെൽട്രോൺ വഴി അയച്ചുകൊണ്ടിരുന്നത്. അത് 14,000 ചുരുക്കിയ സാഹചര്യത്തിലാണ് സർക്കാരിന് ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 3 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ സർക്കാർ കെൽട്രോണിന് കൈമാറിയിട്ടുള്ളത്. 9.3 കോടി രൂപ സർക്കാരിന് ഇത് സംബന്ധിച്ച് കൈമാറിയിട്ടുണ്ട്. ബാക്കി തുക വരുന്ന 3 മാസത്തിനുള്ളിൽ തന്നെ നൽകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ശ്യാം കാങ്കാലിലാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.